നമസ്കാരം. കർണാടകയെ അല്ല, ഒരുപക്ഷെ നമ്മളെ എല്ലാവരെയും ഒരു ദശാബ്ദത്തിലേറെയായി അലട്ടുന്ന ഒരു ചോദ്യമുണ്ട്. അധികാരവും പണവും എങ്ങനെ നീതിയെ അട്ടിമറിക്കും എന്നതിൻ്റെ ഒരു കഥയാണത്. ഈ കേസിന്റെ ഉള്ളറകളിലേക്ക് നമുക്ക് ഒരുമിച്ച് നിറങ്ങിച്ചെല്ലാം. അതെ, ഇതാണാ ചോദ്യം. 2012 മുതൽ ഒരു നാടിന്റെ മനസ്സാക്ഷിയെ തന്നെ പിടിച്ചുലച്ച ആ ഒരൊറ്റ ചോദ്യം: ആരാണ് സൗമ്യ ഭട്ടിനെ കൊന്നത്? ഈ കേസിന്റെ ഒരു ടൈം ലൈൻ കണ്ടാൽ തന്നെ നമുക്ക് കാര്യങ്ങളുടെ ഒരു ഗൗരവം പിടികിട്ടും. നോക്കൂ, 2012 ആ ക്രൂരമായ കൊലപാതകം നടക്കുന്നു. പിന്നെ നീണ്ട 11 വർഷത്തെ നിയമപോരാട്ടം. ഒടുവിൽ 2023 എന്തായി? ഏകപ്രതിയെ കോടതി വെറുതെ വിട്ടു. അപ്പോൾ ഇന്ന് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്ന് പോലും അറിയാതെ നീതി എവിടെയെന്ന ചോദ്യം മാത്രം ബാക്കിയാവുന്നു. ഈ കേസിന്റെ തുടക്കം എവിടെ നിന്നാണെന്ന് നമുക്ക് നോക്കാം. എല്ലാം ആരംഭിച്ച ആ ദുരന്തം നിറഞ്ഞ ദിവസത്തിലേക്ക് നമുക്ക് തിരിച്ചുപോകാം. വർഷം 2012 ഒക്ടോബർ 9. സൗമ്യ ഭട്ട്, അല്ലെങ്കിൽ സൗജന്യ എന്ന് വിളിക്കുന്ന ആ 17 വയസ്സുകാരി സാധാരണ പോലെ കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. പക്ഷെ അവൾ വീട്ടിലെത്തിയില്ല. വഴിയിൽ വെച്ച് അവളെ ആരോ തട്ടിക്കൊണ്ടുപോയി. പിറ്റേന്ന് അവളുടെ ജീവനില്ലാത്ത ശരീരം കണ്ടെത്തിയപ്പോൾ ആ നാട് ശരിക്കും ഞെട്ടിവിറച്ചുപോയി. തുടക്കം മുതലേ ഈ കേസിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. 2 തരം കഥകളാണ് പുറത്തുവന്നത്. ഒരു വശത്ത് സൗമ്യയുടെ കുടുംബവും നാട്ടുകാരും ഒരേ സ്വരത്തിൽ പറയുന്നു, ധർമ്മസ്ഥലയിലെ ചില വലിയ സ്വാധീനമുള്ളവരുടെ മക്കൾക്ക് ഇതിൽ പങ്കുണ്ട് എന്ന്. പക്ഷെ മറുവശത്ത് എന്താ സംഭവിച്ചത്? പോലീസിന്റെ അന്വേഷണം ആ വഴിക്കേ പോയില്ല. എന്തുകൊണ്ടായിരിക്കും? നാട്ടുകാർ മുഴുവൻ സ്വാധീനമുള്ളവരിലേക്ക് വിരൽ ചൂണ്ടിയപ്പോൾ പോലീസ് ആരെയാണ് അറസ്റ്റ് ചെയ്തത്? അവിടെയാണ് ഈ കേസിന്റെ ഗതി തന്നെ മാറിമറിഞ്ഞത്. 11 വർഷം നീണ്ടുനിന്ന ഒരു ദുരന്ത നാടകത്തിന്റെ തുടക്കമായിരുന്നു അത്. പോലീസ് പെട്ടെന്ന് തന്നെ ഒരു പ്രതിയെ കണ്ടെത്തി, സന്തോഷ് റാവു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇയാൾക്ക് ചില മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ തുടക്കം മുതലേ ഒരു സംശയം ബലപ്പെട്ടു. യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാൻ ഇയാളെ ഒരു ബലിയാടാക്കുകയാണോ? 11. ഈ ഒരൊറ്റ സംഖ്യ മതി നമുക്കിതിന്റെ ഭീകരത മനസ്സിലാക്കാൻ. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല 11 വർഷമാണ് ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കിടന്നത്, വെറുതെ വിചാരണ കാത്ത്. ഒടുവിൽ ആ 11 വർഷങ്ങൾക്ക് ശേഷം സന്തോഷ് റാവിന്റെ വിധി വന്നപ്പോൾ കോടതി പറഞ്ഞ വാക്കുകൾ കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയി. അന്വേഷണ ഏജൻസികൾ, അതായത് ഈ കേസ് അന്വേഷിച്ചവർ, ദയനീയമായി പരാജയപ്പെട്ടുവെന്ന് കോടതി തുറന്നു പറഞ്ഞു. ശരിക്കും ഇതൊരു വ്യക്തിയുടെ പരാജയമായിരുന്നില്ല, നമ്മുടെ സിസ്റ്റം മൊത്തത്തിൽ പരാജയപ്പെട്ടതിന്റെ തെളിവായിരുന്നു അത്. അതെ, ആ വിധി ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം ഏകപ്രതി നിരപരാധിയാണെന്ന് കോടതി തീർത്തു പറഞ്ഞു. അയാളെ വെറുതെ കുടുക്കിയതാണെന്നും. അതോടെ എന്തായി? കേസ് വീണ്ടും 0 നിന്ന് തുടങ്ങേണ്ട അവസ്ഥ. സൗമ്യയെ കൊന്ന യഥാർത്ഥ ആളുകൾ ഇപ്പോഴും സ്വതന്ത്രരായി പുറത്തുണ്ട് എന്ന ആ ഭയപ്പെടുത്തുന്ന സത്യം എല്ലാവരും തിരിച്ചറിഞ്ഞു. സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം വരും, അല്ലേ? എന്തുകൊണ്ടാണ് അന്വേഷണം ഇത്ര മോശമായി പരാജയപ്പെട്ടത്? ഇതിന്റെ ഉത്തരം തേടി പോകുമ്പോൾ നമ്മൾ എത്തുന്നത് അധികാരത്തിന്റെ ചില നിഴലുകളിലാണ്. ഇത് ഏതെങ്കിലും ഒരാളുടെ മാത്രം പിഴവായിരുന്നില്ല. അതൊരു ചെയിൻ റിയാക്ഷൻ പോലെയായിരുന്നു. ആദ്യം ലോക്കൽ പോലീസ്. അവർ തെളിവുകൾ നശിപ്പിച്ചുവെന്നാണ് ആരോപണം. പിന്നെ കേസ് CIDക്ക് പോയി. അവരാണെങ്കിലോ ഉന്നതരിലേക്കുള്ള ഒരു തുമ്പും അന്വേഷിച്ചില്ല. അവസാനം CBI വന്നു. അവരും പഴയ കഥ തന്നെ ആവർത്തിച്ചു. സന്തോഷ് റാവിനെ പ്രതിയാക്കി. ഈ അന്വേഷണത്തിലെ പിഴവുകൾ വെറും സംസാരമായിരുന്നില്ല കേട്ടോ. ശാസ്ത്രീയമായ തെളിവുകൾ തന്നെ അതിന് അടിവരയിടുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സന്തോഷ് റാവുവിന്റെ DNA സൗമ്യയുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയ സാമ്പിളുകളുമായി മാച്ച് ആയില്ല. പോരാത്തതിന് ശരീരത്തിൽ നിന്ന് ശേഖരിച്ച സ്വാബുകൾ 10 ദിവസം കഴിഞ്ഞാണ് ലാബിലേക്ക് അയക്കുന്നത്. അപ്പോഴേക്കും അത് ഫംഗസ് വന്ന് നശിച്ചുപോയിരുന്നു. ഇതൊക്കെ എങ്ങനെയാണ് വെറും യാദൃശ്ചികം എന്ന് നമുക്ക് പറയാൻ പറ്റുക? ഈ കേസിന്റെ ഒരു രീതി മനസ്സിലാക്കാൻ നമുക്ക് ലോകത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ച ജെഫ്രി എപ്സ്റ്റീൻ കേസുമായിട്ടൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. രണ്ടിലും എന്താ പൊതുവായിട്ടുള്ളത്? പണവും അധികാരവും ഉള്ളവർക്ക് വേണ്ടി നിയമം വഴിമാറിക്കൊടുക്കുന്നു എന്ന ആരോപണം. എപ്സ്റ്റീൻ കേസിൽ ലോക കോടീശ്വരന്മാരാണെങ്കിൽ ഇവിടെ പ്രാദേശികമായി വലിയ സ്വാധീനമുള്ള കുടുംബം. രണ്ടിലും സാധാരണക്കാർക്ക് നീതി ഒരു സ്വപ്നം മാത്രമായി മാറുന്നു. നിയമവും പോലീസുമെല്ലാം കൈയൊഴിഞ്ഞപ്പോൾ ആരാണ് മുന്നോട്ട് വന്നതെന്നറിയാമോ? ജനം, സാധാരണക്കാർ. അതായിരുന്നു സൗമ്യയ്ക്ക് വേണ്ടിയുള്ള യഥാർത്ഥ പോരാട്ടത്തിന്റെ തുടക്കം. സന്തോഷ് റാവിനെ കോടതി വെറുതെ വിട്ട വിധി ഒരു തീപ്പൊരിയായിരുന്നു. യഥാർത്ഥ പ്രതികൾ പുറത്തുണ്ട് എന്ന് കോടതി തന്നെ സമ്മതിച്ചതോടെ ആ തീ ആളിക്കത്തി. ശരിക്കുള്ള ഉത്തരങ്ങൾ ആവശ്യപ്പെട്ട് ജനങ്ങൾ തെരുവിലിറങ്ങി. കർണാടകയിൽ ഒരു വലിയ ജനകീയ മുന്നേറ്റത്തിന് അത് തുടക്കമിട്ടു. ഈ ജനകീയ പോരാട്ടത്തിന് പല രൂപങ്ങളുണ്ടായിരുന്നു.
മഹേഷ് ഷെട്ടി, തിമലോടിയെപ്പോലുള്ള ആക്ടിവിസ്റ്റുകൾ കൂറ്റൻ റാലികൾ സംഘടിപ്പിച്ചു. ഓൺലൈനിലാണെങ്കിൽ ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന ഹാഷ്ടാഗ് വൈറലായി. അന്വേഷണത്തിലെ പിഴവുകൾ തുറന്നു കാട്ടുന്ന ഡോക്യുമെന്ററികൾക്ക് ലക്ഷക്കണക്കിന് കാഴ്ചക്കാരുണ്ടായി. പക്ഷേ ഏറ്റവും പ്രധാനം, വിശ്വാസം വേറെ, നീതി വേറെ എന്ന് ജനങ്ങൾ ഉറക്കെ മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി. ആ ക്ഷേത്രത്തിന്റെ സ്വാധീനത്തെ തന്നെ അവർ ചോദ്യം ചെയ്തു. ഇത്രയും വർഷത്തെ പോരാട്ടങ്ങൾക്കും കോലാഹലങ്ങൾക്കും ശേഷം അവസാനം എന്താണ് ബാക്കിയുള്ളത്? ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങളും ഒരിക്കലും നികത്താനാവാത്ത ചില നഷ്ടങ്ങളും മാത്രം. നീതി വൈകുന്നത് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണെന്ന് പറയാറില്ലേ? ഇവിടെ അത് 2 ജീവിതങ്ങളെയാണ് തകർത്തെറിഞ്ഞത്. ഒന്നാമതായി സൗമ്യയുടെ അച്ഛൻ ചന്ദ്രപ്പ ഗൗഡ. തന്റെ മകൾക്ക് നീതി കിട്ടുന്നത് കാണാൻ കാത്തുനിൽക്കാതെ അദ്ദേഹം 2025-ൽ ഈ ലോകം വിട്ടുപോയി. രണ്ടാമതായി സന്തോഷ് റാവു. ജീവിതത്തിലെ 11 വർഷം ജയിലിൽ പോയി ശാരീരികമായും മാനസികമായും തകർന്ന് ആ മനുഷ്യൻ പുറത്തിറങ്ങി. പക്ഷേ ആ കുടുംബം തളർന്നില്ല. സൗമ്യയുടെ അമ്മ കുസുമവതിയുടെ ഈ വാക്കുകൾ കേൾക്കൂ. എന്റെ മകളുടെ ചോരയ്ക്ക് വിലയിട്ട ആ സ്വാധീനമുള്ളവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതുവരെ ഞങ്ങൾ ഈ പോരാട്ടം തുടരും. ഈ ഒരൊറ്റ വാക്കുകളിലാണ് ഈ കേസ് ഇന്നും ജീവനോടെ നിൽക്കുന്നത്. അപ്പോ ഈ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പോരാട്ടം തീർന്നിട്ടില്ല. കർണാടക സർക്കാരും CBIയും ആ വെറുതെ വിട്ട വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോയിട്ടുണ്ട്. ഇതിനിടയിൽ ആ പ്രദേശത്ത് 100-ലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്നൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ 2025-ൽ വന്നു. അതിനെപ്പറ്റിയും അന്വേഷണം നടക്കുന്നുണ്ട്. സൗമ്യയുടെ കുടുംബം ഈ പോരാട്ടം സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലുമാണ്. അങ്ങനെ നമ്മൾ തുടങ്ങിയ അതേ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. 14 വർഷങ്ങൾ കടന്നുപോയി. ഒരു മനുഷ്യന്റെ ജീവിതം തകർന്നു, ഒരു കുടുംബം തളർന്നു. പക്ഷേ ആ പ്രധാന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ആരാണ് സൗമ്യ ഭട്ടിനെ കൊന്നത്? ഈ ചോദ്യത്തിന് എപ്പോഴെങ്കിലും ഒരു ഉത്തരം കിട്ടുമോ? അതോ ഇതും അധികാരത്തിന്റെ നിഴലിലെ എന്നേക്കുമായി മറഞ്ഞുപോകുമോ?